കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കിക്കാൽപ്പെട്ടെടുത്ത് നിൽക്കുന്നു. മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതേളിയാ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മുടെ ഒരു പെങ്കൊച്ചോടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞു തരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച് പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലായടാ? ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവും. ആ അളിയാ, ഇത് കണ്ട ഭഗവാൻ പട്വ ഹവേലി भगवान चाहिए। അത് തന്നെ ഭഗവാൻ. മനസ്സിലായി വിളിക്കും. भगवान चाहिए ना? यहाँ से सीधा जाओ। सीधा? അതാരാണ്? എന്തേലും ആവട്ടെ. सीधा जाओ, पहले राइट लो, फिर लेफ्ट लो, छोटा गली आएगा, राइट में भगवान है. ഓ, ഇത്രയുള്ള കാര്യം. ഭഗവാൻ പട്വ ഹവേലി. മാറി നിൽക്കുക. എന്നാലേ നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പീഡനാവും. ഈ ഭഗവാൻ ഇവിടെയാണോ? ഇത് അമ്പലല്ലേ? ഈ ഭഗവാനല്ല. എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാന്ന് പറയണ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായ, കൂടെ നോക്കി. അച്ചായന്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാ മതി. ഇനി പറ, ഭഗവാൻ എവിടെയാ? പതുക്കെ പറ, സെറ്റ് വല്ലു തെറിച്ചു പോവും. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പടിയോ? ഇനി ഇപ്പൊ ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഇതേതാ മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ? മാറി നിൽക്കണ, കിൻഡൽ ചാക്കിന് കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. എടാ, പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ലോ, കങ്കാരി വരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി അതിനോട് സത്യം പറയാം, ഞാൻ കളരി പഠിക്കാൻ എനിക്ക് മർമ്മം നോക്കൊരു കൂത്തുണ്ടല്ലോ, നീ ചത്തുവും പറഞ്ഞേക്കാം. അയ്യോ, ഞാൻ ദുഷ്യന്തൻ. കാണാ പൊട്ട, 2 കോഴി, താറാവ്, മൊയില്, ചിക്കൻ, മട്ടൺ, ബീഫ്, പന്നി, പോർക്ക്, എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം, എന്നെ കൊല്ലരുത്. ദുഷ്യന്തൻ. അത് ശരി, ഈ പുള്ളിയുടെ അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയില്ലട്ടാ. കുക്കിംഗ് करने आया है. കൊള്ളക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുവന്നത്? നിനക്ക് ഹിന്ദി അറിയത്തുണ്ടല്ലേ? അതല്ലെന്നേ, ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല, അതുകൊണ്ടാ. ഇതെന്താ കാച്ചിലോ? കാലായിരുന്നോ? പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ വന്നില്ലായിരുന്നേ, 2 ശവങ്ങൾ ഇവിടെ വീണേനെ. ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും. അടുക്കളയിൽ ചാകരയോ? ലടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ. മേരാ നാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ मेरा नाम चांदनी. अच्छा, मेरा नाम काजोल. मेरा नाम करोल. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോൾ, ഇവിടെ എന്നും കരോളാണോ? ഓ, എന്ന് നല്ല ചേർക്ക. വെളുത്ത പാവും കറുത്ത പാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്, ഇങ്ങനെ പിടിച്ചിട്ട്. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി. ഓ, ഇപ്പൊ നുണക്കൊടിയുടെ ഉള്ളിൽ എന്റെ ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കള പ്രണയം ചൂടുപിടിച്ചുകൊണ്ട് കല്യാണത്തിനുള്ള ഫുഡിന്റെ കാര്യം ഒക്കെ